സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പ്രേക്ഷകർ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സത്യം പറഞ്ഞ സുരായിട്ടും പറയുന്ന കഥയൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അഭിനന്ദനത്തിൽ പിശുക്ക് കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ചിരിക്കുന്ന കാര്യത്തിലൂടെ പിശുക്കം കാണിക്കുന്നല്ലോ, അതുപോലെ അല്ല, ചിരിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ നിങ്ങളൊക്കെ പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നന്നായിട്ട് ചിരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ചില ആൾക്കാരുണ്ട്, നമ്മൾ പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് പിന്നെ ഫൈനാൻസ് പ്രോഗ്രാമൊക്കെ നടത്തുമ്പോൾ ചില ആൾക്കാർ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഫ്രണ്ടിൽ വന്നിരിക്കും. എന്നിട്ട് നമ്മളൊക്കെ ഓരോ സ്കിറ്റുകളും അങ്ങോട്ട് നിരത്തി പിടിച്ച് അവതരിപ്പിക്കും. പക്ഷെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർ ചിരിക്കില്ല. ചിരിക്കാൻ ഒരു കുറച്ച് പിശുക്കായിരിക്കും. അവരിങ്ങനെ എന്നിട്ട് ഇതിലെവിടെ കോമഡി എന്നുള്ള മുഖഭാവമായിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഇത്രയും ചിരിക്കാൻ പിശുക്ക് കാണിച്ചിട്ട് അത് രാവിലെ ഗ്രൗണ്ടിൽ ചെന്നിട്ട് എക്സർസൈസ് കാണിക്കും. ഇങ്ങനെയൊക്കെ ചിരി എക്സർസൈസ്. എന്തിനാ അതിന് പോകുന്നത്? നമുക്ക് ചിരി എന്ന് പറയുന്നത് വരുമ്പോൾ നന്നായിട്ട് ചിരിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നുകയാണെങ്കിൽ നന്നായിട്ട് ചിരിക്കുക. ഇവരാണ് ഒരു പിശുക്കും കാണിക്കാത്ത ആൾക്കാർ. ഈ പിശുക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ സുരാജേട്ടന്? പിശുക്ക് എന്ന വാക്കിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ അതിൽ ഞാൻ ഒരു അല്പം പിശുക്ക് കാണിക്കും. അറിയത്തില്ല, അതൊക്കെ പറഞ്ഞ പോലെ. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ അധികം പിശുക്ക് കാണിക്കാതെ പിശുക്കിനെ കുറിച്ചൊരു കഥ പറഞ്ഞേ. പിശുക്കിനെ വെച്ചൊരു കഥ പറഞ്ഞുതരാം. അത് വേറൊന്നുമല്ല, സംഭവം ശരിക്കും അശ്വതിയുടെ കുടുംബത്തിൽ നടന്ന ഒരു കഥയാണ്. സത്യാവസ്ഥ അവര് ജനങ്ങൾ അറിയട്ടെ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് റോഡിൽ വെച്ച് കാണുമ്പോൾ അശ്വതിയോട് ചോദിക്കുക. ഇവിടെ അല്ല, എവിടെ വെച്ച് കാണുമ്പോൾ ചോദിക്കുക ആരാണ് ആ ബന്ധു എന്നുള്ളത്. കള്ളക്കഥയല്ല, ഉള്ള കഥയാണ്. ഒരു കുടുംബത്തില് 2 ആമക്കളും അതുപോലെ തന്നെ ഒരു ആളും ഉണ്ടായിരുന്നു. ഒരു അച്ഛനും 2 മക്കളും. അങ്ങനെ നാട്ടിൽ കംപ്ലീറ്റ് പേർക്ക് മനസ്സിലായി ഇവർ പിശുക്കാണെന്നുള്ള സംസാരം കംപ്ലീറ്റ് ഇങ്ങനെ പെരുകി എല്ലാവരും അറിഞ്ഞു, പത്രക്കാരും അറിഞ്ഞു. അപ്പൊ പത്രക്കാർക്ക് ഒരു ആശങ്ക, ഒരു കൗതുകം, ഒന്ന് ചെന്നിട്ട് അവരൊന്ന് ഇന്റർവ്യൂ ചെയ്യണമല്ലോ. ഇത്രയും വലിയ പിശുക്കുകാരനല്ലേ. അങ്ങനെ ആ കുടുംബത്തേക്ക് പത്രക്കാരൻ ചെല്ലുന്നു. പിശുക്കിനെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാനായിട്ടിരുന്നു. ഇളയ മകൻ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നപ്പോൾ അയാളോട് ചോദിച്ചു, അതെ ഈ പിശുക്കിനെ കുറിച്ച് നമുക്കറിയാനാണ്, പത്രത്തിൽ നിങ്ങളെ കുറിച്ചൊന്ന് എഴുതാനാണ്. എന്താ പിശുക്കിനെ കുറിച്ചേ? അപ്പൊ ഉള്ള ഒരു ആംഗ്ല പറയാണ്, പിശുക്കോ? എന്താ നമ്മൾ പിശുക്ക് അങ്ങനെയൊന്നും പറയരുത്. ആൾക്കാര് എന്റെ ചേട്ടനെങ്ങാനും അറിഞ്ഞാ ഉണ്ടല്ലോ എന്ന് പറ. ചേട്ടനുണ്ടോ? ആ ചേട്ടനുണ്ട്. എന്നാ ചേട്ടനൊന്ന് വിളിക്കാവോ? ഈ അനിയൻ പോയിട്ട് അടുത്ത ചേട്ടൻ വരികയാണ്. ചേട്ടൻ വന്ന ഉടനെ പത്രക്കാർ ചോദിച്ചു, അല്ല ഈ പിശുക്കിനെ കുറിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട് താങ്കൾക്ക് പിശുക്കാണെന്ന്. ആ പറയുന്ന ആൾക്കാർക്കാണ് തലയ്ക്ക് സുഖമില്ലാത്തത്. മനസ്സിലായില്ലേ? നമ്മൾ ഇതുവരെ പിശുക്ക് കാണിച്ചില്ല. എൻ്റെ അച്ഛനെങ്ങാനും ഇത് അറിഞ്ഞാ ഉണ്ടല്ലോ പിശുക്കിനെ കുറിച്ച്. നമ്മൾ അങ്ങനെയുള്ള തറവാടോ എന്ന് പറഞ്ഞ് ഇയാൾ കയറിപ്പോയി. അപ്പോൾ എന്നാ അച്ഛനെ വിളിക്കുമെന്ന് ചോദിച്ചു. ഇയാൾ പോയി നേരെ അച്ഛൻ ഇറങ്ങി വരികയാണ്. അച്ഛൻ ഇറങ്ങി വന്ന ഉടനെ വീണ്ടും പത്രപ്രവർത്തകൻ ചോദിച്ചു, അതെ ഈ പിശുക്കിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. തെണ്ടിത്തരം പറയുന്നു. ആരാടോ? ഞാനും എൻ്റെ കുടുംബക്കാരും പിശുക്കാണെന്ന് ആരാ പറഞ്ഞത്? അല്ല, ഇങ്ങനെ പൊതുവെ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ തെറ്റാണ്. ഓ സോറി, അങ്ങനെയാണെങ്കിൽ പിശുക്കല്ലാന്ന് നമ്മൾ എഴുതാം. നിങ്ങൾ 3 പേരും കൂടെ ഉള്ള ഒരു ഫോട്ടോ നമുക്ക് എടുക്കണം. 3 പേരും കൂടെ ഉള്ള ഫോട്ടോയോ? 3 പേരും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ 3 പേരും കൂടെ എങ്ങനെയാ നിൽക്കുക ഫോട്ടോ എടുക്കാൻ? നമുക്ക് 3 പേർക്കും കൂടെ ഒരു മുണ്ടല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെയാ നമ്മൾ 3 പേരും കൂടെ ഒരുമിച്ച് വരിക? അതുകൊണ്ട് നടക്കൂല.